ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും എസ് കരാട്ടെ ആൻഡ് ഫിറ്റ്നസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജമ്പിംഗ് കിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ജമ്പിംഗ് കിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യം ജമ്പിംഗ് പവർ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജമ്പിംഗ് പവർ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു 4 വർക്കൗട്ടിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഫ്രീ ആയിട്ട് സ്ക്വാട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് ആയിട്ട്, ഇപ്പോൾ ജിമ്മിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡംബൽ സ്ക്വാട്ട് എന്ന് പറയും, എന്തെങ്കിലും ഒരു ഭാരമുള്ള സാധനം കയ്യിൽ പിടിച്ചുകൊണ്ട് ജസ്റ്റ് ഇരിക്കാനായിട്ട് നോക്കാം. ഒരു 10 പ്രാവശ്യം വെച്ചിട്ട് 3 സെറ്റ് ചെയ്യാനായിട്ട് നോക്കണം. ഇതിൻ്റെ ബ്രീത്തിങ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ബലം പിടിക്കാൻ നേരത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് താഴെ ഇരിക്കാൻ നേരത്ത് ബ്രീത്ത് ഇൻ ചെയ്യണം, മുകളിലേക്ക് ഉയരാൻ നേരത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് എക്സർസൈസ്. അടുത്തൊരു വർക്കൗട്ട് രീതിയാണ് നമ്മൾ താഴെ ഇരിക്കുക. ഇപ്പോൾ നമ്മൾ ഫ്രീ സ്ക്വാട്ട് ചെയ്തതുപോലെ തന്നെ താഴെ ഇരിക്കുക, എന്നിട്ട് ഇരിക്കാൻ നേരത്ത് 2 കൈയും മുകളിലേക്ക് പിടിക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് ജമ്പ് ചെയ്തുകൊണ്ട് കൈ താഴേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുക. 1 കണ്ട, എന്നിട്ട് നമ്മൾ ജമ്പ് ചെയ്ത് വീണ്ടും താഴേക്ക് ഇരിക്കുക. 2 ഓക്കെ. ഇതേപോലെ 10 പ്രാവശ്യം വെച്ചിട്ട് 3 സെറ്റ് ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ നിൻ്റെ കൗണ്ടൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ചില ആൾക്കാർക്ക് കൂടുതൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. മിനിമം ഒരു 10എങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മൾ താഴെ ഇരിക്കുക, ഇതേപോലെ തന്നെ സ്ക്വാട്ട് ചെയ്യുക. ചാടി വരുന്ന അവസരത്തിൽ നമ്മുടെ കാല് പൊക്കി എടുത്തിട്ട് കൈ കൊണ്ട് കാലിൽ ടച്ച് ചെയ്യാനായിട്ട് നോക്കണം. ഇങ്ങനെ ഇരിക്കുക, ഇതേപോലെ തന്നെ താഴേക്ക് ഇരിക്കാനായിട്ട് നോക്കുക. ഇതുപോലെയും ഒരു 10 പ്രാവശ്യം ചെയ്യാനായിട്ട് നോക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ 10 കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവരവർക്ക് കിട്ടുന്നത് പോലെ പല ദിവസങ്ങളിലായിട്ട് ചെയ്ത് ഇതാക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം. ജമ്പിംഗ് പവർ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് രീതിയിലുള്ള വർക്കൗട്ടുകളുണ്ട്. ഇത് സ്ഥിരമായിട്ട് നമ്മുടെ പ്രാക്ടീസിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സമയമെടുത്ത് നമുക്ക് ജമ്പിംഗ് പവർ ഉണ്ടാക്കാനായിട്ട് പറ്റും. അടുത്തൊരു എക്സർസൈസാണ്. ഇതേപോലെ തന്നെ നമ്മളിരിക്കുക, എന്നിട്ട് നമ്മൾ ഡീപ്പായിട്ട് ഫ്രണ്ടിലേക്ക് ചാടാനായിട്ട് നോക്കുക. കുറച്ച് ഫ്ലാറ്റാക്കി ഫ്രണ്ടിലേക്ക് ചാടുക, അവിടെ നേരെ ബാക്കിലേക്കും ചാടാനായിട്ട് നോക്കുക. ഇങ്ങനെ എടുക്കുക. 2 ഓക്കെ. ഇനി നേരെ ബാക്കിലേക്ക് പോകാനായിട്ട് നോക്കണം. 1 ഓക്കെ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് തിരിച്ചു വരാം. അതുവരെ എല്ലാവർക്കും ബൈ.